എല്ലാവർക്കും വോളിയം പ്രൊഫൈലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഡേറ്റ് മെയ് 9 സാറ്റർഡേ ആണ്. അപ്പോൾ മാർക്കറ്റ് 2 ദിവസം ഹോളിഡേ ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്കുള്ള പ്ലാന് കാര്യങ്ങൾ, അതേപോലെ തന്നെ കഴിഞ്ഞ വീക്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്കറ്റ് എന്നൊക്കെ നോക്കാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഫോറക്സിൽ ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു ടൂൾ, ഓക്കെ, വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ടൂള്, ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എല്ലാ ഇൻഡെക്സിനകത്തും നമ്മൾ ഈ സെയിം ടൂൾ യൂസ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ജസ്റ്റ് 5 മിനിറ്റിലെ ചാർട്ടിലാണ് യൂസ് ചെയ്യുന്നത്, വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ഫിക്സഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാം മാർക്കറ്റിലെ വോളിയം ബേസ്ഡ് ആയിട്ട് എങ്ങനെയൊക്കെ ട്രേഡ് ചെയ്യുക എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നോർമലി എല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വോളിയം ആകെ നോക്കുന്നത് താഴെയുള്ള വോളിയം മാത്രമാണ്, അല്ലേ, വോളിയം ബാർ മാത്രമാണ് എല്ലാവരും നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ. പക്ഷെ നമ്മളത് നോക്കുന്നില്ല. നമ്മൾ അതിന് പകരമായിട്ട് നോർമലി എന്ന് പറയുമ്പോൾ എന്താണ്, ഈ താഴെ കാണിക്കുന്ന വോളിയം ബേസ്ഡാണ് ആളുകൾ മാർക്കറ്റിൽ വോളിയം വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് മനസ്സിലാക്കി എടുക്കുന്നത്. കാരണം മാർക്കറ്റിൽ എല്ലായ്പ്പോഴും സെയിം വോളിയം ആയിരിക്കില്ല, വോളിയം കൂടിയും കുറഞ്ഞും നിൽക്കും മാർക്കറ്റിൽ. ഓക്കെ, വോളിയം എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം മാർക്കറ്റിൽ ഹൈ വോളിറ്റിയിൽ മീൻസ് ഹൈ ക്വാണ്ടിറ്റിയിൽ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുമ്പോഴാണ്, ഓക്കെ, ഒന്നെങ്കിൽ നല്ല ബൈയിങ് ഓർഡർ അല്ലെങ്കിൽ നല്ല സെല്ലിംഗ് ഓർഡർ വരുമ്പോഴാണ് മാർക്കറ്റിൽ എന്താകുന്നത് വോളിയം കയറി വരുന്നത്. ഓക്കെ, അപ്പോൾ നോർമലി എന്താണ്, ഒരു സാധാരണ നമ്മളെ പോലെയുള്ള ഒരു റീറ്റെയിലേഴ്സ് ട്രേഡറിനെ സംബന്ധിച്ച് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ വോളിയം വരുമ്പോൾ എന്താണ്, മാർക്കറ്റിൽ ഹെവി ആയിട്ടുള്ള വോളിയം വരുമ്പോൾ അതിന്റെ റീടെസ്റ്റ്. കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ വേണ്ടി പറ്റില്ല മാർക്കറ്റിൽ ഹെവി ബൈയിങ്ങോ സെല്ലിങ്ങോ വരുന്നത്. ഓക്കെ, അത് വന്നതിന് ശേഷം നെക്സ്റ്റ് ടൈം വരുമ്പോൾ എന്താണ്, ഇവിടെ ഒരു ബൈയിങ് വന്നിട്ടുണ്ട്, അത് നെക്സ്റ്റ് ടൈം അതിൽ എവിടെ വരെ റീടെസ്റ്റ് വരാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ആ റീടെസ്റ്റിൽ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എല്ലാ സ്ട്രാറ്റജിയിലും സെയിം തന്നെയാണ്, അല്ല ഒരു സ്ട്രാറ്റജിയിലും മുൻകൂട്ടി നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല എവിടെയാണ് മാർക്കറ്റിൽ ഹൈ ആയിട്ടുള്ള വോളിയം വരുന്നതെന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് സെയിം വോളിയം പ്രൊഫൈലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ട്രേഡ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഗോൾഡിന്റെ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. എനിക്കൊന്ന് ലാസ്റ്റ് 8-ാം തീയതി ചാർട്ടാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, എന്തായാലും ഞാൻ 8-ാം തീയതി ചാർട്ടിൽ തന്നെ കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഫസ്റ്റത്തെ മാർക്കറ്റിൽ നമുക്ക് ഫസ്റ്റ് തന്നെ നോക്കാം. ഫസ്റ്റ് മാർക്കറ്റിൽ എന്താണ് ഉണ്ടാക്കിയത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് മാർക്കറ്റിൽ ഇവിടെ ഒരു ബൈ വന്നിട്ടുണ്ട്, അല്ലേ. സ്വാഭാവികമായിട്ടും മാർക്കറ്റിൽ ഇവിടെ ഒരു ഹെവി ബൈയിങ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൽ എവിടെ എൻട്രി എടുക്കണം, കാരണം ഇവിടെ എന്ത് മുതലാണ് ബൈ വന്നിട്ടുള്ളത്, അല്ലേ. നോർമലി ഇവിടെ മുതൽ ഈ ക്യാൻഡിൽ മുതലാണ് മാർക്കറ്റിൽ ബൈ വന്നിട്ടുള്ളത്. ഇവിടെ വരെ മാർക്കറ്റിൽ എന്ത് വന്നിട്ടുണ്ട്, ബൈ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഇത്രയും വലിയ പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ലോ മുതൽ ഹൈ വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം 26 പോയിന്റ് ഉണ്ട്. അപ്പോൾ 26 പോയിന്റ് SL നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു റീറ്റെയിലിനെ സംബന്ധിച്ചോളം 26 പോയിന്റ് SL നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല, എടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്ന് പറയുമ്പോൾ അത്രയും വലിയ SL നമുക്ക് പറ്റത്തില്ല. കാരണം 26 പോയിന്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ജസ്റ്റ് 0.01 എടുത്താൽ തന്നെ $26 ആണ് നഷ്ടം വരിക. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ 0.01 എടുക്കാൻ നമുക്ക് ക്യാപിറ്റൽ ചിലപ്പോൾ 20 മതിയായിരിക്കും. ആകെ ഒരു ട്രേഡിൽ SL അടിച്ചാൽ തന്നെ എന്താവും, ഏകദേശം 20 ഇവിടുന്ന് മേലെടുത്ത് താഴെ വന്നാൽ തന്നെ നമ്മളെ ക്യാപിറ്റൽ മുഴുവനായിട്ട് തീരും. ഓക്കെ, അപ്പോൾ നമുക്ക് വേണ്ട എന്താണ്, അതിലെവിടെ ട്രേഡ് പ്ലാൻ ചെയ്യാന്നാണ് നമുക്ക് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളെ വോളിയം പ്രൊഫൈലിനെ സംബന്ധിച്ച് നമ്മൾ എവിടെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക, വോളിയം പ്രൊഫൈൽ പഠിച്ച എല്ലാവർക്കും അറിയാം നമ്മൾ എവിടെയാണ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാനുള്ള ഏരിയ നമ്മളെ വോളിയം പ്രൊഫൈൽ വെച്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എവിടെ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലായി. ആ ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, ഏകദേശം എത്ര പോയിന്റ് SL ഉണ്ട്, 26 പോയിന്റിന് SL വരും. നമ്മൾ എന്ത് ചെയ്തു, അത് 2.5 പോയിന്റ് ആക്കി മാറ്റി. ഓക്കെ, കാരണം നമുക്ക് മേലെ എടുക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏതൊക്കെ സ്ട്രാറ്റജിയിൽ ചില ആളുകൾ ഇവിടെ എടുക്കുമായിരിക്കും, ഈ ഒരു സിംഗ് നോക്കി എടുക്കുമായിരിക്കും, ചിലർ ഇവിടെ നോക്കിയിട്ട് ഇതിന്റെ മേലെ എടുക്കുമായിരിക്കും, ചിലവർ നമ്മളെ സ്ട്രാറ്റജിയിൽ എടുക്കുമായിരിക്കും, ചില ആൾ ഇവിടെ എടുക്കുമായിരിക്കും, അല്ലെ. ഇവിടെ എടുക്കുന്നവർക്ക് ട്രേഡ് കിട്ടിയിട്ടുണ്ടാവില്ല, ഇവിടെ എടുക്കുന്നവർക്ക് അത്രയും വില ആയിരിക്കും പോകുന്നത്. ഓക്കെ, ഇവിടെ എന്ന് പറയുമ്പോൾ ഏകദേശം എടുക്കുകയാണെങ്കിൽ എത്ര പോയിന്റ് ഉണ്ട്, ഏകദേശം താഴെ വരുമ്പോഴത്തേന് 10-20 പോയിന്റ് SL വരും, ആളുകൾ എക്സിറ്റ് ആയി പോകും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് ഏതാണ്, ഈ ഒരു ഏരിയ ആണ്. അവിടെ നമ്മൾ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം 2.5 പോയിന്റ് റിസ്ക് എടുത്താൽ നമുക്ക് എന്താവും, ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, 2.5 പോയിന്റ് റിസ്കിന് പകരം ഏകദേശം 37 പോയിന്റ് ഇവിടെ വരെ, ജസ്റ്റ് എന്ന് പറയുമ്പോൾ ഹാഫ് ആൻ അവർ കൊണ്ട് നമുക്ക് 37 പോയിന്റ് മാർക്കറ്റിൽ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അതിന്റെ മുമ്പത്തെ ദിവസത്തെ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, മാർക്കറ്റിൽ എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇവിടെ ഒരു മൂവ് സ്റ്റാർട്ട് ചെയ്തു, മാർക്കറ്റ് ഇവിടെ വന്ന് ഹെവി ബൈയിങ് വന്ന എവിടെയാണ്, സോറി ഗ്രീൻ ക്യാൻഡിലേക്കാണ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ബൈ വന്നിട്ടുള്ള എവിടെയാണ്, ഇവിടെ വന്നിരിക്കുന്ന ബൈ എന്ന് പറയുന്നത് ഈ ഒരു ക്യാൻഡിൽ മുതൽ
ഈ ഒരു ക്യാൻഡിൽ വരെയാണ് ബൈ വന്നിരിക്കുന്നത്. ഏകദേശം 31 പോയിന്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ബൈ എടുത്ത് ഇവിടെ SL വെച്ച് കഴിഞ്ഞാൽ എന്താവും? 31 പോയിന്റ് SL അടിക്കും. ഓക്കെ, അപ്പോൾ നോർമലി നമുക്ക് ബൈ എടുക്കണമെങ്കിൽ ഏരിയ വേണം. ഓക്കെ, അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എവിടെയാണ് എടുക്കുക? നമ്മളെ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾ എവിടെയാണ് എടുക്കുക? ഓക്കെ, കറക്റ്റായിട്ട് നോക്കിക്കോളുക പഠിച്ച ആളുകളെല്ലാം. ഓക്കെ, കാരണം എൻ്റെ വീഡിയോ കാണുന്നതിൽ ഒരു 70% ആളുകളും വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകളായിരിക്കും, എൻ്റെ അടുത്ത് നിന്ന് തന്നെ പഠിച്ച ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയാണ് എടുക്കേണ്ട എൻട്രി? 31 പോയിന്റ് SLന് പകരം നമ്മളെടുത്തത് എന്താണ്? നമ്മളെടുത്തത് ജസ്റ്റ് എത്ര പോയിന്റ് ഉണ്ട്? 1.5 പോയിന്റ്. മാർക്കറ്റ് ഏകദേശം എത്ര പോയിന്റ് മൂവ് ചെയ്ത്? 19 പോയിന്റ് അല്ലേ? 1:10 മേലെ മാർക്കറ്റിൽ എന്ത് ചെയ്തു? മൂവ് ചെയ്തിട്ടുണ്ട് അല്ലേ? അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? അത് നമ്മളെ ലെവലിൻ്റെ താഴെ പോയി. സ്വാഭാവികമായിട്ടും എന്താണ്? താഴെ പോയി കഴിഞ്ഞാൽ പിന്നെന്താണ്? നമ്മൾ സെല്ല് നോക്കും. എവിടെ നമ്മൾ സെല്ല് നോക്കാം? ഇവിടെ നമ്മൾ സെല്ല് നോക്കും. കറക്റ്റാണോ? ഏകദേശം എത്ര പോയിന്റിൽ? ഫസ്റ്റ് ട്രേഡ് 1:10 കിട്ടി. രണ്ടാമത്തെ ട്രേഡ് എന്ത് ചെയ്തു? നമുക്ക് ഏകദേശം എത്ര പോയിന്റ് SL വരും? നമ്മളെ റീടെസ്റ്റിൽ നമ്മൾ 2 വരികയാണെങ്കിൽ ഏകദേശം എത്ര പോയിന്റ് ഉണ്ട്? 1 പോയിന്റ് SL. ഓക്കെ, 1 പോയിന്റിന് ഏകദേശം എത്ര പോയിന്റ് വന്നു? 18. 1:15 1:16 നമുക്ക് എന്ത് ചെയ്തു? റിസ്ക് റിവാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പം ഇതാണ് നമ്മളെ വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മളെ വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം. ഓക്കെ, കാരണം നമുക്ക് സംഭവങ്ങൾ എന്താണ്? ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈസി ആയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്? വോളിയം പ്രൊഫൈൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ മാർക്കറ്റിൽ എന്താണ്? ഹൈ ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് ഈ ലെവൽസ് മാർക്കറ്റിൽ ബ്രേക്ക് ചെയ്തിട്ടില്ല. നമുക്ക് നമ്മൾ എന്ത് ചെയ്തു? ട്രേഡ് വന്നിട്ടുണ്ട് നമ്മളെ ലെവൽസ് തന്നെ അല്ലേ? അതിനുശേഷം പിന്നെ നമ്മൾ നോക്കുന്നതാണ്, നമുക്കൊരു ട്രാപ്പ് ഏരിയ വിട്ടണം അല്ലേ? നമുക്ക് മാർക്കറ്റ് ബെൻഡ് ആവണം അല്ലേ? ബൈയിങ് സൈഡിലുണ്ടായിരുന്ന മാർക്കറ്റ് സെല്ലിംഗ് സൈഡിലേക്ക് പോകുന്നത് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് എവിടെയാണ് സ്വാഭാവികമായിട്ട് പോവുക? നമ്മളെ ലെവൽസിന്റെ താഴെയാണ് നമുക്ക് പോകുള്ളൂ. ഓക്കെ, അതിനുശേഷം എന്ത് ചെയ്തു? ഇവിടെ ഹൈ ഉണ്ടാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവിടെ ഹൈ ഉണ്ടാക്കി എവിടെയൊക്കെ ബൈ ചെയ്യാം? ഇവിടെ നിന്ന് ബൈ സ്റ്റാർട്ട് ചെയ്ത് എവിടെയാണ്? ഇവിടെ നിന്നാണ് ബൈ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അല്ലേ? ഏകദേശം എത്ര പോയിന്റ് ഉണ്ട്? ബൈ സ്റ്റാർട്ട് ചെയ്ത ഏരിയ എന്ന് പറയുന്നത് ഹൈ വരെ ഏകദേശം 48 പോയിന്റ് ഉണ്ട്. അപ്പോൾ എവിടെ ബൈ എടുക്കണം നമുക്ക് ആദ്യം അറിയണം. അപ്പോൾ നമ്മൾ വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾ എവിടെ എടുക്കും? കുറച്ചുകൂടി ഞാൻ കറക്റ്റായിട്ട് കാണിച്ചു തരാം എവിടെയാണ് നമ്മൾ ബൈ എടുക്കുക. ഓക്കെ, ക്ലിയർ ആണോ? കറക്റ്റ് നമ്മളെ ഏരിയ അല്ലേ? എത്ര പോയിന്റ് SL ഉണ്ട്? അഗെയിൻ സെയിം എന്താണ്? 1.5 പോയിന്റ് SL. മാർക്കറ്റ് ഏകദേശം 20 പോയിന്റ് മേലെ പോയി. 1:15 അല്ലേ? മാർക്കറ്റ് ബെൻഡായി. ഇതെന്താണ്? റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു. US മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്തു അല്ലേ? 7 മണി ക്യാൻഡിൽ എവിടെയാണ്? US മാർക്കറ്റ്. ഓക്കെ, ഏതാണ്? US ഓപ്പൺ ആയത്. ശേഷം എന്താ? സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ ലെവലിൻ്റെ താഴെ പോയി. പിന്നെന്താ സംഭവിച്ചത്? മാർക്കറ്റ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തു അല്ലേ? നെക്സ്റ്റ് ഡേയിൽ എന്താണ്? ഏകദേശം 1.5 പോയിന്റിന് പകരം 34 പോയിന്റ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ഈസി ആയിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സംഭവമാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനകത്ത് ഡിഫിക്കൽട്ട് ആയിട്ടില്ല. ഓക്കെ, ഡിഫിക്കൽട്ട് ആയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് വോളിയം പ്രൊഫൈലിൻ്റെ സെറ്റപ്പ് വെച്ച് ഇപ്പോൾ ഞാൻ കാണിച്ച ചാർട്ട് 2 ദിവസത്തെ ഞാനിപ്പം സെലക്ട് ചെയ്ത് കാണിച്ചതല്ല, കഴിഞ്ഞ ദിവസത്തതും അതിൻ്റെ മുമ്പത്തെ ദിവസത്തെയും ചാർട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, ആ 2 ദിവസത്തെ ചാർട്ട് വെച്ച് തന്നെ ഈസി ആയിട്ട് നമുക്ക് 3-4 ട്രേഡ് കിട്ടിയിട്ടുണ്ടാവും. അതെന്ന് പറയുമ്പോൾ ഞാൻ റാൻഡം എവിടെന്നെങ്കിലും എടുത്ത് ചൂസ് ചെയ്തതല്ല. ഫസ്റ്റ് മാർക്കറ്റിൽ ഹൈയോ ലോയോ ആ സിംഗിൾ തന്നെയാണ് ഞാൻ അത് മാർക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടും ഇവിടെ നേരെ കൊണ്ടുപോകുമോ അല്ലെങ്കിൽ ഇവിടെ നേരെ കൊണ്ടുപോകുകയോ ചെയ്തതല്ല. ഞാൻ ഓരോ ഹൈയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഓക്കെ, റിസ്ക് എടുക്കുക, 2 പോയിന്റ് 3 പോയിന്റ് റിസ്ക് എടുക്കുക. സിമ്പിളായിട്ട് എന്താ 10 പോയിന്റ് 20 പോയിന്റ് ക്യാപ്ചർ ചെയ്യുക. ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണ്, ഇത്രയും ഈസിയാണ്. ഓക്കെ, ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്ന സംഭവം. അപ്പോൾ വോളിയം പ്രൊഫൈൽ പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വോളിയം പ്രൊഫൈലിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. അതിനുശേഷം വോളിയം പ്രൊഫൈലിൻ്റെ ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ഈ കാര്യങ്ങൾ, ഈ ചാർട്ട് കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്യുന്നതായിരിക്കും? ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. വോളിയം പ്രൊഫൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസിയാണ് സംഭവങ്ങൾ, ഡിഫിക്കൽട്ട് ആയിട്ടൊന്നുമില്ല. ഏറ്റവും ഈസി ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. എല്ലാ ഇൻഡെക്സിലും നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ഫോറക്സിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്, ക്രിപ്റ്റോയിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ കാണിച്ചത് ഗോൾഡിനകത്താണ്. അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് പോവാം. നമ്മൾ നിഫ്റ്റിയിൽ ചെയ്യുന്നുണ്ട്, സെൻസെക്സിനകത്ത് ഓപ്ഷനകത്ത് വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വോളിയം പ്രൊഫൈൽ വരച്ച് നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് വെള്ളിയാഴ്ച ചാർട്ട്, വ്യാഴം, ബുധൻ, ചൊവ്വ. ഓക്കെ, ചൊവ്വാഴ്ച നമ്മൾ നിഫ്റ്റിയുടെ ചാർട്ട് എടുത്തു. കാരണം നിഫ്റ്റിയുടെ പുതിയ കോൺട്രാക്ട് സ്റ്റാർട്ട് ചെയ്യുന്നപ്പോഴാണ്, ചൊവ്വാഴ്ചയാണ് അല്ലേ? നോർമലി എന്ത് ചെയ്തു? നമ്മൾ വോളിയം പ്രൊഫൈൽ നമ്മൾ എവിടെയാണ് വരക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. വോളിയം പ്രൊഫൈൽ പഠിച്ച ആളുകൾ മാർക്കറ്റിൽ എന്താണ്? നമ്മളൊരു സപ്പോർട്ട് എടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു?
നമ്മളെ മാർക്കറ്റ് കവറായ. കാരണം എന്ന് വെച്ചാൽ ഇതൊരു സെല്ലിംഗ് പ്രൊഫൈലാണ്. സെല്ലിംഗ് പ്രൊഫൈൽ നമ്മളൊരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അത് സെല്ലിംഗ് പ്രൊഫൈൽ എന്താവും കവർ ചെയ്ത് പോകുന്നത്. മാർക്കറ്റ് വന്നപ്പോൾ എന്താണ് റെസിസ്റ്റൻസ് എടുത്തു, ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് ഷൂട്ട് ചെയ്ത് പോയി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താവും ആ ലെവൽ നമുക്ക് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുക. മാർക്കറ്റ് എവിടെയാണ് ട്രേഡ് ചെയ്യുന്നത്? മാർക്കറ്റ് ആ ലെവലിന്റെ മേലെയാണ് സ്റ്റിൽ ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്കത് എന്താണ്, ഇത് നമുക്ക് ഹെവി സപ്പോർട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ നമുക്ക് എന്താണ് ഒരു റെസിസ്റ്റൻസ് വേണം. അപ്പോൾ ഡേ ഹൈ ഉണ്ടാക്കിയതാണ് വ്യാഴാഴ്ച ആയിരിക്കും ഡേ ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഇനി വേണ്ടത്? ഡേ ഹൈ ആണ് നമുക്ക് ഇനി മാർക്ക് ചെയ്യാൻ വേണ്ടി വേണ്ടത് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ഡേ ഹൈയും അതേപോലെ തന്നെ എന്ത് ചെയ്യുക, നമ്മൾ വോളിയം പ്രൊഫൈലിന്റെ സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഡേ ഹൈയിലും മാർക്ക് ചെയ്ത് വെക്കുക. ഡേ ഹൈ എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം മാർക്കറ്റ് എവിടെയാണ് ബെൻഡ് ആവുന്നത് അല്ലേ. സെല്ലേഴ്സ് എവിടെ നിന്നാണ് മാർക്കറ്റിൽ കയറുന്നത് നമുക്ക് മനസ്സിലായി. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്തു, സെല്ലേഴ്സ് മാർക്കറ്റിൽ കയറി അല്ലേ. 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് കിട്ടി, മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു, ഫോളോ ചെയ്തു. ഇവിടെ എന്താണ് സംഭവിച്ചത്? 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു, മാർക്കറ്റ് റീടെസ്റ്റ് എടുത്തു, മാർക്കറ്റ് അപ്പായി. അപ്പോൾ ഈസി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനുശേഷം എന്താണ് സംഭവിച്ചത്? നെക്സ്റ്റ് ഡേയിൽ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയി, മാർക്കറ്റ് റേഞ്ചിൽ നിന്നു. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മനസ്സിലായി മാർക്കറ്റിലെ സപ്പോർട്ട് റെസിസ്റ്റൻസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് റെസിസ്റ്റൻസ് ആണ്, ഇവിടെ സെല്ലേഴ്സ് ഉണ്ട്, ഇവിടെ ബയേഴ്സ് ഉണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? അത് നമുക്ക് ഈസി ആയിട്ട് വോളിയം പ്രൊഫൈൽ വെച്ച് തന്നെ മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി പറ്റി അല്ലേ. അപ്പോൾ എത്രയേ ഉള്ളൂ എന്ന് വെച്ചാൽ, അപ്പോൾ നെക്സ്റ്റ് വീക്കിലേക്ക് ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഈ ലെവൽസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് വോളിയം പ്രൊഫൈൽ എന്ന് പറയുന്നത്. ഇതിനകത്ത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ഒരു 5 അവേഴ്സോ 6 അവേഴ്സ് കൊണ്ട് പഠിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ SL ആയിരിക്കും, ഏറ്റവും വലിയ ടാർഗറ്റ് ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒരുപാട് ട്രേഡ് എടുക്കില്ല, പക്ഷെ ട്രേഡ് എടുക്കുന്ന ട്രേഡിൽ നമ്മൾ മാക്സിമം പോയിന്റ് ക്യാപ്ചർ ചെയ്ത് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോക്കുന്നത്. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കുക, പഠിക്കാൻ താല്പര്യമുള്ളവർക്ക്. പിന്നെ നിഫ്റ്റിയുടെ ലെവൽസ് ഇതാണ്, പിന്നെ ഗോൾഡിന്റെ ലെവൽസ് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയിൽ. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.